ഭക്തി പാരമ്പര്യമനുസരിച്ച് ശ്രീരാമജയം ജപിക്കുന്നത് മനസ്സിന് സമാധാനവും ധൈര്യവും ആത്മവിശ്വാസവും നൽകും. പുരാണത്തിൽ വാൽമീകി ആദ്യം രത്നാകരൻ എന്ന പേരിലുള്ള ഒരു കള്ളനായിരുന്നു. മഹർഷി നാരദൻ അദ്ദേഹത്തോട് രാമ എന്ന് ജപിക്കാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് അത് ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ മര മര എന്ന് ജപിക്കാൻ നിർദ്ദേശിച്ചു. തുടർച്ചയായി ജപിച്ചപ്പോൾ അത് സ്വാഭാവികമായി രാമ രാമ എന്നായി മാറി. ആ നാമജപത്തിന്റെ ശക്തിയാൽ രത്നാകരൻ മഹർഷി വാൽമീകിയായി മാറുകയും പിന്നീട് ശ്രീരാമായണം രചിക്കുകയും ചെയ്തു. ഹനുമാൻ സ്വാമിയുടെ അതിരില്ലാത്ത ശക്തിയുടെയും ഭക്തിയുടെയും രഹസ്യവും ശ്രീരാമനാമസ്മരണയായിരുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. എങ്ങനെ ജപിക്കാം? പ്രഭാതത്തിലോ സായാഹ്നത്തിലോ ശാന്തമായ സ്ഥലത്തിരുന്ന് ഭക്തിയോടെ ശ്രീരാമജയം എന്ന് ജപിക്കാം. 11, 27, 54 അല്ലെങ്കിൽ 108 പ്രാവശ്യം ജപിക്കാം. പല ഭക്തരും ദിവസവും ശ്രീരാമജയം എഴുതി ജപിക്കുന്ന പതിവും പിന്തുടരുന്നു. രാമ എന്ന നാമം ഹൃദയത്തിൽ നിറയുമ്പോൾ മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ പ്രത്യാശയും ഉദിക്കുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. ശ്രീരാമജയം.